വളരെ പണ്ട് നടന്ന കഥയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ ജീവിച്ചിരുന്നു. അയാൾ ഒരു പാവപ്പെട്ടവനായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു അതിൽ കിട്ടുന്ന വരുമാനം അയാളുടെ കുടുംബത്തിനു മതിയായിരുന്നു. ഒരു ദിവസം ജോലി ചെയ്തു വന്ന വൈകുന്നേരം അയാൾക്ക് വല്ലാതെ വിശന്നു. അയാൾ അടുക്കളയിൽ ചെന്ന് പാത്രമെടുത്തു നോക്കി. ഒന്നും കഴിക്കാനില്ല. അയാൾ ആലോചിച്ചു, ഇന്ന് രാത്രി എന്താണ് പാചകം ചെയ്യുക? ആ സമയത്ത് അയാളുടെ കുടിലിന്റെ വാതിലിൽ ഒരു കോഴി കരയുന്ന ശബ്ദം അയാൾ കേട്ടു. ആ കോഴി ഇന്നെനിക്ക് ഒരു നല്ല വിരുന്നാകുമെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞു. കുറച്ചു ബുദ്ധിമുട്ടിയെങ്കിലും ആ കോഴിയെ കൃഷിക്കാരൻ പിടിച്ചു. ആ കോഴിയെ പാചകം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ കോഴി പെട്ടെന്ന് സംസാരിച്ചു. കൃഷിക്കാരാ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ നിന്നെ നന്നായി സഹായിക്കും. അപ്പോൾ കൃഷിക്കാരൻ ആശ്ചര്യത്തോടെ പറഞ്ഞു, എന്താ ഇത്, ഈ കോഴി നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുന്നില്ല. പക്ഷേ നീ എന്നെ ഏതു വിധത്തിൽ സഹായിക്കുമെന്ന് പറയൂ. അപ്പോൾ കോഴി പറഞ്ഞു, നീ എന്നെ കൊല്ലാതെ വിട്ടെങ്കിൽ ദിവസം ഒരു സ്വർണ്ണ മുട്ട വീതം തരും. അപ്പോൾ കൃഷിക്കാരൻ ആശ്ചര്യത്തോടെ പറഞ്ഞു, സ്വർണ്ണ മുട്ടയോ? അതും എന്നും തരുമോ? പക്ഷെ ഈ കാര്യത്തിൽ എങ്ങനെ നിന്നെ വിശ്വസിക്കാം? ഒരു പക്ഷെ നീ എന്നെ ചതിച്ചാലോ? ഡബിൾ കോട്ട് കുത്ത്. അപ്പോൾ കോഴി പറഞ്ഞു, നീ എന്നെ വിശ്വസിക്കണം. നാളെ നിനക്ക് സ്വർണ്ണമുട്ട തന്നില്ലെങ്കിൽ നിനക്കെന്നെ കൊല്ലാം. അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, ശരി, നാളെ വരേക്കും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു കൊള്ളാം. ആ കൃഷിക്കാരൻ കുടിലിലേക്ക് പോയി ആ കോഴിയെ കൂട്ടിലടച്ചു. അടുത്ത ദിവസം കൃഷിക്കാരൻ കോഴി പറഞ്ഞതുപോലെ സ്വർണ്ണമുട്ട ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ കോഴിക്കൂട്ടിലേക്ക് പോയി. എന്താ ഇത്, ആശ്ചര്യമായിരിക്കുന്നല്ലോ. ഇത് ശരിക്കും സ്വർണ്ണമുട്ട തന്നെയാണല്ലോ. അയാൾ ആ മുട്ടയും എടുത്തുകൊണ്ട് ചന്തയിൽ വിൽക്കാനായി പോയി. സ്വർണ്ണമുട്ടയും കൊണ്ട് ലേലം തുടങ്ങി. ഇത് അദ്ഭുതമാണ്, സ്വർണ്ണമുട്ടയാണ്, വാങ്ങിക്കൊള്ളൂ. ഇത് അതിശയമായ സ്വർണ്ണമുട്ട, വാങ്ങിക്കൊള്ളൂ. ഇത് കേട്ട് എല്ലാവരും സ്വർണ്ണമുട്ട കാണുവാൻ അടുത്തുകൂടി. ഒരാൾ പറഞ്ഞു, ആ സ്വർണ്ണമുട്ട എനിക്ക് വേണം. എത്ര പൈസ വേണമെങ്കിലും തരാം. അതെനിക്കു താ. പേടിക്കേണ്ട, ഇത് നിങ്ങൾക്കു തന്നെ തരാം. നാളെ ഇതുപോലൊരു മുട്ട കൊണ്ടുവരാം. എല്ലാരും കാത്തിരുന്നോളൂ. കൃഷിക്കാരൻ ആ സ്വർണ്ണമുട്ട വിറ്റ് നല്ലൊരു തുക സമ്പാദിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കോഴി സ്വർണ്ണമുട്ട ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാനായി കോഴിക്കൂട്ടിനടുത്തേക്ക് പോയി. ആഹാ, അദ്ഭുതം, ഇനിയും ഒരു സ്വർണ്ണമുട്ടയോ? ഇപ്പോൾ തന്നെ ഇതും വിറ്റുകളയണം. അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വീണ്ടും അയാൾ ആ മുട്ടയും കൊണ്ട് ചന്തയിലേക്ക് പോയി. അതിശയമായ സ്വർണ്ണമുട്ട, മേടിച്ചോളൂ, ഈ മുട്ട ഞാൻ വാങ്ങിക്കോളാം, ഒരു സ്ത്രീ പറഞ്ഞു. ദിവസം തോറും ആ കോഴി സ്വർണ്ണമുട്ട കൊടുത്തുകൊണ്ടേയിരുന്നു. കോഴി കൊടുത്ത സ്വർണ്ണമുട്ടയും കൊണ്ട് ആ കൃഷിക്കാരൻ നിറയെ പണം സമ്പാദിച്ചുകൊണ്ടേയിരുന്നു. അവൻ പണക്കാരനായി. അയാൾ ഭയങ്കര അഹങ്കാരിയായി മാറി. ഓരോ ദിവസം മുട്ട കൊണ്ടുപോയി വിൽക്കാൻ അയാൾക്ക് മടിയായി. അതുകൊണ്ട് അയാൾ ആ കോഴിയെ കൊന്ന് അതിനുള്ളിലെ എല്ലാ മുട്ടയും എടുക്കാമെന്ന് ചിന്തിച്ചു. അവൻ ആ കോഴിയെ കൊന്നു അതിന്റെ വയറ് തുറന്നു നോക്കി. പക്ഷെ അവനൊന്നും കിട്ടിയില്ല. അവന്റെ തെറ്റ് മനസ്സിലായി. സ്വർണ്ണമുട്ട കാണുന്നില്ല. ഇതിന്റെ ഉള്ളിലിരുന്ന സ്വർണ്ണനിധി കാണുന്നുമില്ല. അവൻ നിരാശനായി കരഞ്ഞു. കോഴിയെ കൊന്നു കുറെ സ്വർണ്ണമുട്ട എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഡബിൾ കോട്ട്. ഗുണപാഠം: അത്യാഗ്രഹം ജീവൻ നശിപ്പിക്കും.